അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? സുഖത്തിനായി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഓരോ പ്രയാസവും സങ്കടങ്ങളും ഒക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട്. എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ നടക്കണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ? ഓരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് തീർന്നു കിട്ടാൻ, എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറൊന്ന് തീരാൻ എന്താ വഴി, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ദിക്റുണ്ടോ സലാത്തുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് മഹാനായ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങളെ എന്ത് പ്രയാസവും ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം നടക്കും. എൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ്. ഞാൻ ഇതേ രൂപത്തിൽ ഓതിയിട്ട് വെറും 4 ദിവസം കൊണ്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയതാണ്. 4 യാസീനാണ് ഓതേണ്ടത്. അതായത് 4 ദിവസം 4 യാസീനല്ല കേട്ടോ ഓതേണ്ടത്, ഒരൊറ്റ ദിവസം, ഒരു 2-3 ദിവസം കൊണ്ട് നമ്മൾ ആ വിചാരിക്കുന്ന കാര്യം. അല്ല, ചിലർക്കൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പം ചിലരൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട്, എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇത്തായി പറഞ്ഞതുപോലെ ഞാൻ ഓതി ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് യാസീൻ ഓതി എൻ്റെ കാര്യം, ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്ന് കിട്ടി അൽഹംദുലില്ലാ എന്നൊക്കെ എഴുതി അറിയിച്ചവരുണ്ട്. ചിലർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ല എങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു രീതിയിൽ യാസീൻ ഓതിയത് ആ കാര്യം നടന്ന് കിട്ടും. അപ്പോൾ ഈ യാസീൻ ഓതേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് വുളുവോട് കൂടിയിട്ട് 4 യാസീൻ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ നിയ്യത്താക്കി ഓതുന്നു. നിങ്ങളെ മനസ്സിലുള്ള എന്ത് ഇടങ്ങേറായാലും നിങ്ങൾ ആ മനസ്സിൽ അത് നിയ്യത്താക്കി വെക്കുക. കാരണം എൻ്റെ പ്രയാസവും എൻ്റെ ഇടങ്ങേറും ആവില്ലല്ലോ നിങ്ങളുടേത്. അപ്പം ഓരോരുത്തർ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ യാസീൻ നിയ്യത്താക്കിയിട്ട് ഓതുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് അള്ളാഹിനോട് പറയുക, അള്ളാഹുവേ എൻ്റെ ഇന്ന പ്രയാസം തീർത്തു തരണേ. മഹാനായ ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീർത്തു തരണേ അല്ലാ എന്ന് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നല്ല നിയ്യത്തോട് കൂടിയിട്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ ഓതി നോക്കുക. തീർച്ചയായിട്ടും ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രയാസം തീർന്നു കിട്ടും. അല്ല എങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ആ കാര്യം റാഹത്തിലാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലായിട്ട് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ സലാത്തും ദിക്റും യാസീൻ ഓതലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഇശാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അങ്ങനെയാണ് ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓതുമ്പോൾ വുളുവോട് കൂടിയിട്ട് ഓതുക. യാസീൻ ഖുർആനിൽ നോക്കി തന്നെ ഓതുക കേട്ടോ. അപ്പോൾ ഞാൻ യാസീൻ ഖുർആൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഓതിയത്. കാരണം നമുക്കെല്ലാവർക്കും എനിക്ക് യാസീൻ ഓതാൻ അറിയുമല്ലോ, അപ്പോൾ കാണാതെ ഓതിയാൽ മതിയല്ലോ, അങ്ങനെ ചെയ്യരുത്. ഉളു എടുത്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ കയ്യിൽ പിടിച്ച് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് 4 യാസീൻ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം. അല്ലാതെ ഒരു യാസീൻ ഓതിക്കഴിഞ്ഞ് പിന്നെ ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷം ഒന്ന് ഓതുക അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ ഓതരുത് കേട്ടോ. ഒറ്റ ഇരുപ്പിലിരുന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇശാ ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഓതി തീർക്കുക. അപ്പോൾ ഓതുന്നതിന് മുന്നേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓതാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹുവെ, ഞാൻ ഒരു തവണ പറഞ്ഞതാണ്, ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും പറഞ്ഞത്. കാരണം ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താലല്ലേ ഈ ഒരു രീതി എനിക്ക് ഉത്തരം കിട്ടിയതുപോലെ ചെയ്താലല്ലേ നിങ്ങൾക്കും അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്.
നിങ്ങൾ അള്ളാഹുവിനോട് ഇത് ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് അള്ളാഹുവെ എൻ്റെ ഇന്ന പ്രയാസം അല്ല എൻ്റെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടിയിട്ട് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ 4 യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കും റബ്ബേ. എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീരണേ. അല്ല എങ്കിൽ എൻ്റെ മക്കളുടെ സ്വഭാവം നന്നാക്കി തരണേ. എൻ്റെ ഭർത്താവിനാൽ ഞാൻ വല്ലാതെ പ്രയാസത്തിലാണ് റബ്ബേ. ആ പ്രയാസം എനിക്ക് തീർന്നു കിട്ടണേ. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാക്കി തരണേ. അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള കാര്യമാണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് തന്നെ ദുആ ചെയ്യുക. എന്നിട്ട് ആ ദുആ ചെയ്തത് ഉടനെ തന്നെ നിങ്ങൾ ഈ 4 യാസീൻ ഓതി തീർക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്ത് ഹലാലായിട്ടുള്ള കാര്യമായാലും ആ കാര്യം നടന്നു കിട്ടും. 2-3 തവണ ഞാൻ ഈ ഒരു രീതി തന്നെ ഓതിയിട്ടുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഓതി നോക്കിയിട്ട് അവർക്കെല്ലാവർക്കും ഉത്തരം കിട്ടി എന്ന് കമൻറ്റ് നിങ്ങൾക്കും വീഡിയോ കണ്ടാൽ അറിയാം. എൻ്റെ ചാനലിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി, വീഡിയോ ഉണ്ട് അതിൽ. എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അതിന് ഉത്തരം കിട്ടിയതായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ രീതിയിലൊന്ന് ഓതി നോക്കുക. ഇപ്പോൾ പീരീഡ്സ് ഉള്ളവരാണിത് കേൾക്കുന്നത് എങ്കിൽ, സ്ത്രീകൾ അശുദ്ധിയുള്ളവരാണിത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾ വൃത്തിയായതിൻ്റെ ശേഷം ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് സമാധാനം കിട്ടാൻ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓതി നോക്കേണ്ടി. ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്താക്കി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കിബിലക്ക് മുന്നിട്ട് ഓതണം. അതുപോലെ ഒറ്റ ഇരുപ്പിലിരുന്ന് 4 യാസീൻ കേട്ടോ. ഒറ്റ ഇരുത്തത്തിലിരുന്ന് കൊണ്ട് ആ 4 യാസീൻ ഓതി തീർത്തിട്ട് പിന്നെ അവിടുന്ന് ആ 4 യാസീൻ ഓതിയതിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്യുക അള്ളാഹിനോട്. ഞാൻ ഇന്ന പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഈ യാസീൻ ഓതി തീർത്തത്, എൻ്റെ പ്രയാസം തീർത്ത് തരണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് കരച്ചിലോടെ തന്നെ ദുആ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ പ്രയാസം റാഹത്താവും. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റ ദിവസമല്ല 2-3 ദിവസം ഈ ഒരു രീതി നിങ്ങൾ ഓതുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഓതി നോക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. തീർച്ചയായിട്ടും നല്ല തഖ്വയോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങളിത് ഓതുകയാണെങ്കിൽ അതിന് ഉത്തരം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ 2-3 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ നല്ല ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റുകളോ ആയത്തുകളോ സലാത്തുകളോ ഒക്കെ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. നമ്മളെ ദുആയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമായിട്ടാണ് ഓരോരുത്തർ ഓരോ കമൻറ്റിലൂടെ അറിയിക്കുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മടവൂർ മക്കാമിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന മക്കാം അതാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. അല്ലാത്ത ഞാൻ മക്കാമിലേക്ക് എപ്പോഴും പോവാറില്ല. മടവൂർ മക്കാമിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ പോവാറുണ്ട്. അവിടെ നിന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. ഓരോരുത്തർ ഒരുപാട് പ്രയാസം പറഞ്ഞ് കമൻറ്റ് അറിയിക്കുന്നവരൊക്കെ എല്ലാവരെയും അള്ളാഹുവിനോട് ഞാൻ പറയാറുണ്ട്, എല്ലാവരുടെ പ്രയാസം തീർത്ത് കൊടുക്കണേ എന്ന്. അപ്പോൾ നിങ്ങളും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.